വെൽക്കം ബാക്ക് ടു ആർട്ട് കോർണർ. ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമുക്ക് ഒരു വർക്ക് കാണിച്ചായിരുന്നു. അതിൻ്റെ ഒരു പുതിയ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതും. നമുക്ക് ആ വർക്കിനെ കുറിച്ച് കൂടുതൽ ടൈം ലാപ്സ് രൂപത്തിൽ കാണിക്കാം. കൂടുതൽ ടൈം എടുത്താൽ നിങ്ങളുടെ ശ്രദ്ധയും എത്ര നാൾ ഇരിക്കുന്നു നമുക്കറിയില്ല. അത്രയും നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പോകാം. ഓപ്പൺ ആക്കുക, പ്രോക്രിയേറ്റ് എടുക്കാം. ഈ വീഡിയോ ഇതാണ് ഔട്ട്പുട്ട്. ഞാൻ ചെയ്ത ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. പുതിയ നമുക്ക് ഇനി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ നമുക്ക് ചെയ്യാം. ആദ്യം എൻ്റെ വർക്കുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അടുത്ത വീഡിയോസ് നമുക്ക് ഇതിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ആദ്യം എൻ്റെ വർക്ക് കണ്ടിട്ട് വേണം നിങ്ങൾക്ക് നിൽക്കണോ പോകണോ എന്തുവേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് അത്യാവശ്യം ടൈം എടുത്ത് ചെയ്ത വർക്കാണ്. ഇതിലത്തെ ചില ബ്രഷുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്. അത്യാവശ്യം പിൻട്രസ്റ്റ് രൂപത്തിൽ വരച്ചതാണ്. പക്ഷേ റെഫറൻസ് ഒന്നുമില്ല, നമുക്ക് സ്വന്തമായി ഞാൻ സ്കെച്ച് ചെയ്ത് ഇവിടെ ഇതുവരെ എത്തിയതാണ്. ഇതെല്ലാമാണ് ആ ബ്രഷ് ഉണ്ടാക്കിയ ഒരിത്. പക്ഷെ നല്ലൊരു ഇത് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വെള്ളവും അതിൻ്റെ ഒരു ജപ്പാനീസ് കൾച്ചർ അവിടെ നിന്ന് കണ്ടുവരുന്ന ഒരു പ്രകൃതി എല്ലാമാണ്. അതിൻ്റെ ട്രീൻ്റെ കളറായാലും ആ ഒരു കളർ ടോണ് എല്ലാം ഒക്കെ ടൈം ലാപ്സിൽ പോവാം. ടൈം ലാപ്സ് എടുക്കാം. കണ്ടോ, ആദ്യം കുറേ സ്കെച്ച് ചെയ്തിട്ട് ഇവിടേക്ക് എത്തി. മാറ്റിയും അത് അവിടെ മാറ്റി. പിന്നെ ആദ്യം നമുക്ക് ഒരു ബേസിക് ലെയർ കൊണ്ടുവന്നു. അതിൻ്റെ മേലെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് അടുത്ത ലെയർ ചെയ്യില്ല. മാക്സിമം നമ്മൾ ലെയർ ഇട്ട് തന്നെ ചെയ്യണം. എത്ര ലെയർ ഇട്ട് ചെയ്യണം അത്രയും നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് പിന്നീട് അത് ഒരു മാറ്റം വരുത്താൻ പറ്റും. ലെയർ മാറിയാൽ എല്ലാം മാറും. മാക്സിമം എല്ലാം ലെയർ ഇട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ലെയർ ഇട്ടിട്ട് ക്ലിപ്പിംഗ് മാസ്ക് അതിൻ്റെ മേലെ ഇട്ടാൽ വേറെ ലെയർ നമുക്ക് ആ ലെയറിൻ്റെ മേലത്തെ നമുക്ക് ചെയ്യാം. വേറെ ലെയറിന് പോകാണ്ട് രീതിയിൽ അതൊരു അബ്സ്ട്രാക്റ്റ് രൂപത്തിൽ ചെയ്തു. പിന്നെ ഓരോന്നോട് ചെറിയൊരു ബ്രഷ് ഉണ്ടാക്കി ഡീറ്റെയിലായി കൊണ്ടുവരാം. നമുക്ക് സ്പീഡിൽ പോവാം. എന്തൊക്കെയാണ് ബ്രഷ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഓരോ മൗണ്ടൻ്റെ എലമെൻറ്റ്സ് മാറ്റി കോപ്പി പേസ്റ്റ് ചെയ്ത് അതിൻ്റെ അടിയിൽ കൂടെ കോടമഞ്ഞൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. കോടമഞ്ഞ് നമുക്ക് എയർ ബ്രഷിലൊക്കെ ചെയ്യാം. എയർ ബ്രഷിൽ നമുക്ക് സ്മഡ് ചെയ്തിട്ടും അങ്ങനെ ചെയ്ത് നല്ല ഇതിലായി കിട്ടും. ലൈറ്റിന് അത്യാവശ്യം നമുക്ക് ഡാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഡാർക്കിൽ അത്യാവശ്യം നമുക്ക് ഓരോ ഡീറ്റെയിൽസ് എല്ലാം കുറച്ചും കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ദൂരത്തേക്കുള്ള ഒബ്ജക്റ്റിൻ്റെയും ദൂരത്ത് പോകുമ്പോൾ അത്ര ഡീറ്റെയിൽസ് ഉണ്ടാവില്ല എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം. അതിൻ്റേതായ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കോടമഞ്ഞ് ആയാലും എല്ലാത്തിലും അതിന് ഒരു റിയലിസ്റ്റിക് അല്ല, എന്നാലും അതിൻ്റെ നമുക്ക് ഈ ഒരു പിക്ചർ ആപ്റ്റായ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ ദൂരത്ത് ചെറിയ നമ്മൾ മരങ്ങൾ ഡാർക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മൗണ്ടൈൻസിൻ്റെ ആ ഷാഡോ ആണ് ദൂരത്ത് പോകുമ്പോൾ ആ ലൈറ്റ്. പിന്നെ ബ്ലൂ എല്ലാം ദൂരത്തേക്ക് പോകുന്നതോറും ബ്ലൂയിഷ് ആയിട്ട് വരും. അത് കൊണ്ടുവന്നു. പിന്നെ ചെറിയൊരു മരത്തിൻ്റെയും തൂക്കുപാലത്തിൻ്റെയും സ്കെച്ച് ചെയ്തിട്ടുണ്ട്. തൂക്കുപാലം ആദ്യമൊക്കെ ഈ ഒരു റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാം. പിന്നെ അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ വരച്ചു. കുഴപ്പമില്ലാതെ തോന്നി ആദ്യമെല്ലാം. പിന്നെ ഈ വീഡിയോ ഓവർ ബ്രൈറ്റ്നെസ് കാണുന്നത് വീഡിയോ ഒരു ഷൂട്ട് ചെയ്ത സമയത്ത് ഉള്ള ഇതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. പിന്നെ ഒരു ട്രീ ആഡ് ചെയ്തു. ട്രീ നമുക്ക് സ്കിപ്പ് ചെയ്താണ് വരയ്ക്കുന്നത്. നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ജപ്പാനീസ് ടൈപ്പ് ട്രീ ആണ്. കുഴപ്പം അതിൻ്റെ ലീഫെല്ലാം ഒരു പിങ്കിഷ് ആ ഒരു സീസണിൽ സ്പ്രിങ് സീസണിലൊക്കെ വരുന്ന ഒരു ട്രീ. തൂക്കുപാലം പിന്നെ നമുക്ക് ലാസ്റ്റ് വെച്ച് ഒഴിവാക്കുകയാണ്. കാരണം ഈ ഒരു ഇതിൽ എനിക്കെന്തോ ചെറിയൊരു
വേറിട്ട് നിൽക്കുന്ന പോലെ ഒരു തൂക്കുപാലത്തിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കാരണം വേറെ അതാണ് കളഞ്ഞ്. പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഈ വർക്ക് നമുക്ക് റീവർക്ക് ചെയ്യാനും നമുക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്യാനെല്ലാം പറ്റുന്നതുകൊണ്ട് അതിൻ്റെ സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട്. അത്യാവശ്യം കഴിയാനായി. ക്ലൗഡെല്ലാം കൊണ്ടുവന്നു. അതുകൊണ്ട് ക്ലൗഡെല്ലാം ഒരു മഴയ്ക്ക് ശേഷമുള്ള ഒരു ക്ലൗഡ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. പിന്നെ ലെയർ അത്യാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് ലിമിറ്റ് ചെയ്തു. കാരണം ഇത് പ്രോ സീരീസ് അല്ല ഐപാഡ്, ഇത് 10th Gen ആണ്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റ് ഉണ്ട്. ഓരോ ക്യാൻവാസിനും സൈസിനനുസരിച്ച് ലിമിറ്റ് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം മെർജ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ 50 ലെയർക്ക് മേലെയായി. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക. നമുക്ക് താങ്ക്സ് ഫോർ